ദിലീപിനെ ഇതിലേക്ക് വലിച്ചിഴച്ചതാരാണ്? അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടി പറയണ്ടേ? സ്വാഭാവികമായും ഇത് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ആക്ഷേപമല്ലേ ഇനിയുമുണ്ടല്ലോ അപ്പർ കോടതിയിലേക്ക് പോകാനായിട്ട്? അതായത് ആദ്യത്തെ ചോദ്യം, ഇതിൽ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? കാരണം 28 സാക്ഷികളാണ് കൂറുമാറിയത്. കൂറുമാറുമ്പോൾ സ്വാഭാവികമായും അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ലേ? അപ്പൊ അതൊക്കെ ഒരുതരം തെളിവ് നശിപ്പിക്കലായിരുന്നില്ലേ? ഉണ്ടാകാം, ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ ഞാൻ പറയുന്നത്, ഒരാൾ അന്യായമായ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ വഴിയും നോക്കില്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളെല്ലാം മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ആഘോഷമാക്കിയ ദിലീപിനെ ഒരുപാട് പ്രതിസ്ഥാനത്ത് നിർത്തിയ ഒന്നാണ് ആ കേസിലെ വീഡിയോ ദൃശ്യങ്ങൾ. അതായത് പൾസസുനി പകർത്തിയ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് വേണമെന്ന് ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ നമ്മളെല്ലാം ഒരുപാട് അതെന്തിനാണ്, പ്രതിക്ക് എന്തിനാണ് എന്ന് നമ്മളെല്ലാം ഒരുപാട് വാർത്തകളോട് ചോദിക്കുകയും ആക്ടിവിസ്റ്റുകൾ അതിനെതിരെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പ്രോസിക്യൂഷനും അതിനെതിരെ നിലപാടെടുത്തു. അവര് പലതവണ കോടതിയിൽ ദിലീപിന് അത് ആവശ്യപ്പെട്ടു. ദിലീപ് എന്ന് ഞാൻ പറഞ്ഞു, ദിലീപിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ളയ്ക്ക് അത് ആവശ്യപ്പെടേണ്ടിയിരുന്നു. ഒടുവിൽ അവരെ കോടതിയിൽ നിന്ന് അത് കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞ അതുപോലും അടിസ്ഥാന നിയമ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അത്തരം ചോദ്യങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നത്. കാരണം ഒരു പ്രതിയുടെ അവകാശമാണ് ആ കേസിലെ തെളിവായ വസ്തുത കാണുക, ബോധ്യപ്പെടുക, അതിനെ അനലൈസ് ചെയ്ത് വേണം അയാൾക്ക് വേണ്ടിയുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ. അതിനുവേണ്ടി അയാൾ ഒരു തെളിവ് ആവശ്യപ്പെടുമ്പോൾ അത് നിർഭാഗ്യവശാൽ ഇങ്ങനൊരു ദൃശ്യമായി പോയി. പക്ഷെ അയാൾക്കത് കാണാനും വിലയിരുത്താനുള്ള അർഹതയുണ്ട്. എങ്കിൽ മാത്രമേ അയാളുടെ വാദങ്ങൾ അതിന്റെ പുറത്ത് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത്തരം അടിസ്ഥാന നിയമബോധമില്ലാത്ത വാദങ്ങളാണ് ഈ കഴിഞ്ഞ 8 വർഷത്തോളം നമ്മൾ മാധ്യമങ്ങളടക്കമുള്ളവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ ഒന്ന് ചോദിച്ചത് എന്തായിരുന്നു, 85 ദിവസം ജയിലിൽ കിടന്നതിനെ കുറിച്ച് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. റിപ്പോർട്ടർ ഇടയ്ക്ക് ഇത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഈ 80 ഞാൻ പറഞ്ഞത് നിയമ സംവിധാനത്തിന്റെ ഒരു പരിമിതിയാണ്. പോലീസ് ഇങ്ങനെ ഒരു കേസിൽ പ്രതി ചേർത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ കോടതികൾക്ക് പോലും, പ്രത്യേകിച്ച് ഇതുപോലെ വിവാദമായ ഒരു കേസായി മാറുമ്പോൾ കോടതികൾക്ക് പോലും അതിനെതിരെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ തെളിവുകൾ പരിശോധിക്കുക ഉള്ളൊരു കടമയെ, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റഡ് പർപ്പസ് മാത്രമേ കോടതിക്ക് ആ സമയത്ത് മുന്നിൽ ഉണ്ടാവുകയുള്ളൂ.